2026 ഏപ്രിൽ 9 നമ്മുടെ കേരള സംസ്ഥാനത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി, NDA ഇങ്ങനെ 3 മുന്നണികളാണ് ജനങ്ങൾക്ക് മുന്നിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മൗലികമായി ഉയർന്നു വരുന്നൊരു ചോദ്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ തുടരുമോ, അതോ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമോ? NDA മുന്നണിക്ക് എന്ത് മെച്ചമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം LDFിൻ്റെ പരസ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. LDF അല്ലാതെ മറ്റാരുണ്ട് ഇതെല്ലാം ചെയ്യാൻ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. 3 തിരഞ്ഞെടുപ്പ് കാലയളവിൽ നാം കേട്ട 3 തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും പ്രചാരണങ്ങളും നടന്നതാണ് നമ്മുടെ ചരിത്രം. അപ്പോൾ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യം, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് എതിരാളികൾ LDFിനോളം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവില്ലാത്തവരാണ് എന്ന സന്ദേശം കൊടുക്കാനാണ് LDF യഥാർത്ഥത്തിൽ അതിലാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് LDF ചെയ്ത പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ, അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കപ്പെടും. അങ്ങനെ പരിശോധിക്കപ്പെടുന്ന സമയത്ത് എല്ലാവരും കരുതുന്നത് പോലെ LDFിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് നിലവിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയ അസാധാരണമായിട്ടുള്ള വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തങ്ങൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള വഴി തുറക്കും എന്ന പ്രത്യാശയും പ്രതീക്ഷയും UDFിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് എങ്ങനെയാണ് അത്തരത്തിൽ ഉള്ള ഒരു പ്രതികൂല സാഹചര്യത്തെ മറികടക്കാനായിട്ട് കഴിയുക എന്നത് LDF അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് LDFിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മേൽക്കൈ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ LDFിന് തെറ്റി. LDFിൻ്റെ മേൽക്കൈ നഷ്ടപ്പെട്ടു പോവുകയും നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ 55% ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് UDFിൻ്റെ കൈകളിൽ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടായി. ആ തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് LDF ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളിലും, പ്രത്യേകിച്ച് ആശാസമരം പോലെയുള്ളതായിട്ടുള്ള സമരത്തിൽ ഇടതുപക്ഷം എടുത്ത നിലപാടെന്ന് പറയുന്നത് ജനവിരുദ്ധ നിലപാടാണ് എന്ന വലിയ ഒരു പ്രചാരണമോ അല്ലെങ്കിൽ ആരോപണമോ അവർക്ക് നേരെ ഉയർന്നു വന്നത് പരിഹരിക്കാനാണ് 2 വട്ടം ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ട്. ഒരിക്കൽ 1000 രൂപ വർദ്ധിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും 1000 രൂപ വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഒരു ഫലവും ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടാനായിട്ട് കഴിഞ്ഞില്ല എന്ന് അവർ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷമാണ് വളരെ ദ്രുതഗതിയിൽ എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ദുരന്തം, അതിൽ തങ്ങൾ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ലോകോത്തര മാതൃകയാണ് എന്ന് വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്ലാഗ് ഐറ്റമായിട്ട് അവർ അവതരിപ്പിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിലവർക്ക് മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവർക്ക് തിരിച്ചടിയായിട്ട് വരുന്ന ശബരിമല, സ്വർണ്ണക്കൊള്ള, അതേപോലെ ആഗോള അയ്യപ്പ സംഗമം, പിന്നെ ഒത്തിരി മേഖലകളിൽ വരുത്തിയിരിക്കുന്നതായിട്ടുള്ള ഫീസ് വർധനകൾ, ഇതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളാണ്. ആ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിലവിലുള്ള MLAമാരെ വീണ്ടും പ്രസൻറ്റ് ചെയ്യുക, വീണ്ടും അവർ മത്സരിക്കാനായിട്ട് അനുവാദം കൊടുക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്തായിരുന്നു? 2 ടൈം ഒരേ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളുകൾ മാറണം, പുതിയ ഒരാളവിടെ വരട്ടെ എന്നുള്ളതാണ്. അത് സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷേ ഇത്തവണ അവർക്ക് മനസ്സിലായി 2 ടൈം മത്സരിച്ച്
മണ്ഡലത്തിൽ നല്ല രീതിയിൽ അനുഭവ സമ്പത്തുണ്ടാക്കുകയും പോസിറ്റീവായ രീതിയിൽ ജനങ്ങളോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള നിരവധി MLA മാർ LDFനുണ്ട് എന്ന് LDF തിരിച്ചറിഞ്ഞിട്ട് ആ MLA മാരെ വീണ്ടും അവർ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ LDFൻ്റെ ആ തീരുമാനത്തിന് വളരെയധികം എഡ്ജുണ്ട്, വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇനി 23 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നിയോജക മണ്ഡലത്തിലേക്ക് പുതിയൊരു സ്ഥാനാർത്ഥി വന്നാൽ ആ പുതിയ സ്ഥാനാർത്ഥിക്ക് പരിചയപ്പെടാനും അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറാനും ഒക്കെയുള്ള സമയം വളരെ വളരെ കുറവാണ്. അപ്പോൾ ആ കുറവ് പോലും പരിഹരിക്കാനായിട്ട് സിറ്റിംഗ് MLA മാരുടെ വീണ്ടും ഉള്ള മത്സരത്തിന് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിധിവരെ തങ്ങളുടെ പരിക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് LDF വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ UDFൻ്റെ സ്ഥിതി എന്താണ്? UDF വലിയ ആവേശത്തിലാണ് ശരിക്കും. പുതിയുഗ യാത്ര കഴിഞ്ഞതിന് ശേഷം, പ്രതിപക്ഷ നേതാവിൻ്റെ ആ യാത്ര കഴിഞ്ഞതിന് ശേഷം വലിയ ആവേശമാണ് യഥാർത്ഥത്തിൽ UDFനകത്തുണ്ടായത്. അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്നും എക്കാലത്തും സംഭവിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ 13-ാം മണിക്കൂറിൽ UDF അതിശക്തമായിട്ടുള്ള രീതിയിൽ അവർക്കിടയിലുള്ള പഠനപ്പിണക്കം പുറത്തെടുത്തിരിക്കുകയാണ് ചെയ്തത്. പൊട്ടിത്തെറികൾ അതുതന്നെയാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സാധ്യമല്ല. ഇന്ന് നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പോലും അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അവരുടെ പാളയത്തിൽപ്പെടെ അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊരു പുതിയ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട ആവശ്യം. UDF ആണോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതാണ് UDF എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സെറ്റ് ബാക്ക് തിരഞ്ഞെടുപ്പിലുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എത്രമാത്രമാണ് LDF അവരുടെ പരിക്കുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ളത്, ആ പരിശ്രമത്തിൽ അവർ വിജയിക്കുന്നുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമായിട്ട് മാറിത്തീരാനായിട്ട് കഴിയും. അല്ലെങ്കിൽ വിരുദ്ധ വികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനെ UDFനും അനുകൂലമായി മാറിത്തീരാനുള്ള സാഹചര്യം. ഈ രണ്ട് മുന്നണികളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത്. എന്താണ് NDAയുടെ ഈ തിരഞ്ഞെടുപ്പിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്നാണ്. അവർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ പഴയ പോലത്തെ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർക്ക് മുന്നിട്ട് വരാനായിട്ട് കഴിഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ അവർ മുന്നിലായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അവർ ഒരു 20 മണ്ഡലങ്ങൾ പിടിക്കാം എന്ന് പറയുന്ന ഒരു തന്ത്രവും അതേപോലെ തന്നെ ആശയമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 നിയോജക മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നേമവും മറ്റൊന്ന് വട്ടിയൂർക്കാവുമാണ്. ഈ സ്ഥലത്ത് മാത്രമാണ് NDAക്ക് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. പൊതുവെ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നവർ കരുതുന്നുണ്ട്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു തൂക്ക് സഭ ഉണ്ടായാൽ ആ തൂക്ക് സഭയിൽ 5 മുതൽ 10 അംഗങ്ങളെ തങ്ങൾക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിൽ വലിയ പ്രാധാന്യവും തങ്ങൾക്ക് നേടാനായിട്ട് കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതാണ് അവരുടെ പ്രത്യാശ, ഇതാണ് അവരുടെ പ്രതീക്ഷ.